പുഴുങ്ങി ഇതിൽ അങ്ങനെ വന്ന് നിറഞ്ഞ് വെള്ളം നിറഞ്ഞ ആ വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ നിറഞ്ഞിതാ ഒഴുകി ഇതിലൊക്കെ ഫില്ലായിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഈ സ്കിന്നോട് കൂടെ കോഴി അടിപൊളി സ്റ്റീം ചെയ്തെടുക്കാൻ പോകണം. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയാണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ മുഴുവൻ കാണാൻ ശ്രമിക്കാം. അപ്പൊ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കോഴിനെ നന്നായി കഴുകിയെടുത്താണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. മഞ്ഞൾപ്പൊടി, ആഹാ, എല്ലാവരും നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഉപ്പ്, സ്റ്റീമിലുള്ള ചിക്കനിൽ നമ്മൾ ഇടാനുള്ള സ്പെഷ്യൽ ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. ഓയിൽ, ചട്ടി നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ഇതിലിട്ട് കൊടുക്കാം. വലിയുള്ളി, ഉള്ളി നന്നായി വണങ്ങി വന്നിട്ടുണ്ട്. അടുത്ത് ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ ഈ ഇളക്കലാണ്. നന്നായി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിലെ ഈ പച്ച മണമൊക്കെ പോയ ശേഷം നമുക്ക് ഇതിൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉപ്പ്, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കട്ട തൈര്, അപ്പോൾ കുഴാന്നുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മെയിൻ ഗ്രേവി റെഡി ഉണ്ട്. നമ്മുടെ ചിക്കൻ വേണം പുരട്ടി എടുക്കാം അല്ലേ? ഓ, എന്താ മണല്ലേ ശൈല, കിട്ടില്ല സാധനം അല്ലേ? അപ്പോൾ നമ്മളെല്ലാ കോഴിയും നമ്മളെ ഗ്രേവി നമ്മൾ അടിപൊളിയായിട്ട് പുരട്ടിയാണ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കോഴിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റാം. ഇത് സ്റ്റീമാകുമ്പോൾ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകും. അപ്പോൾ നമ്മുടെ കോഴിക്കുള്ള ഫിനിഷിങ് ഇനി നമുക്കൊന്ന് പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കാം അല്ലേ? അതെ, സെറ്റ്. അത് ചൂടാണ് പോലെ ഇരിക്കും. മഴ വന്ന് ആച്ചക്കനോടെ സുൽഫി ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്നു. അറിയില്ല എവിടെ, അറിയില്ല, നമുക്കറിയില്ല. നീ കണ്ടുപിടിക്കേ. അതടാ ഓള് നല്ല മഴ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു മരത്തിന്റെ അടിയിൽ ഒരു തണലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വർഷം മുമ്പ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കി ഓർമ്മ അല്ലേ? വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മേലെ നല്ല മഴയാണ്. നമ്മൾ നെഞ്ഞു ഫുള്ള്. അതെ, നനഞ്ഞു. അപ്പൊ മഴയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് സ്റ്റീം അങ്ങോട്ട് ഇറക്കി വെക്കാം.
അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഗ്രേവി കൂടെ നമുക്ക് ഇതിൽ നന്നായിട്ട് അങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ശേഷം നമ്മളത് പൊള്ളിക്കാൻ പോകണം. ശരി, കല്ല് മാറ്റാം. അപ്പോൾ നമ്മൾ പുഴുങ്ങി ഇതിൽ അങ്ങനെ വന്ന് വെള്ളം നിറഞ്ഞ ആ വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ നിറഞ്ഞിതാ ഒഴുകി ഇതിലൊക്കെ ഫില്ലായിട്ടുണ്ട്. വെള്ളം കൊണ്ട് ഗ്രേവിന്റെ വെള്ളം തിളച്ചാണ് പുറത്ത് ചാടി. അതെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പീസ് അങ്ങോട്ട് എടുത്ത് നോക്കാൻ പോവാണ്. എല്ലിൻ്റെ ഫ്രണ്ടൊക്കെ വെന്ത് അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബാക്കി ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കാം. അതാ പക്ഷെ ഒരു ലെഗ് പീസ് വലിക്കാൻ നോക്കിയാൽ ഞാൻ ആകെ പോസ്റ്റായി. ഇനി നമുക്ക് അടുത്ത ലെഗ് പീസ് ഒന്ന് വലിക്കാം. അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ. അതാ അപ്പോഴത്തെ അതേപോലെ. ഇതൊക്കെ പക്ഷെ ഇത് ഫുള്ളായിട്ട് എല്ല് ഇതാ വേറെ വിട്ട് വന്നു. എന്താ വേവ് പൊടി. അപ്പോൾ ഹോൾ ചിക്കൻ സ്റ്റീം റോസ്റ്റാണ് നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലേ? എന്താ നമ്മുടെ റിച്ചു ടേസ്റ്റ് ചെയ്യല്ലേ റിച്ചു? ബാ എടുത്തോ, വലിച്ചോ, കാല് പിടിച്ചോ, വലിച്ചോ, വലിച്ചോ, നീ വലിച്ചോ, വലിച്ചോ, വലിച്ചോ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പീസ് കിട്ടി. സലാം കഴിക്കട്ടെ. ഇരിക്കട്ടെ. കുറച്ച് കഴിച്ചോ. അടിപൊളി, ഒന്നും പറയാനില്ല. മെയിനായിട്ട് എൻ്റെ മസാല അല്ലേ, ഇടിക്കാച്ച് സാധനം കഴിച്ചു. ഒരു രക്ഷയിലെ വെച്ചു ടേസ്റ്റ് ആണ്. ഉള്ളി കേട്ടത് കുറച്ച് നമ്മുടെ ഇറച്ചിയും കൂട്ടി ഈ ചിക്കനും ഗ്രേവിയും കൂടി കഴിക്കുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ്. ചിക്കൻ ജ്യൂസ് ആയിട്ടുണ്ട് ചിക്കൻ അല്ലേ, പഞ്ഞു പോലെ. പൊളിച്ചോ വില. പിന്നെ ഈ സ്കിൻ കോയിൻ്റെ സ്കിൻ തന്നെ ഒരു ലെവൽ ടേസ്റ്റാണ്. സ്കിന്നിൽ അങ്ങനെ മസാല കൊണ്ട് ഒട്ടി നിൽക്കുന്നു. അതെ, പറ എങ്ങനെയുണ്ട് റിച്ചു? ജ്യൂസി ആയിട്ടുണ്ടോ? ആഹാ, ജ്യൂസ് കട്ടയ്ക്ക് നിൽക്കണ്ടേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഹോൾ ചിക്കൻ സ്റ്റീം റോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ചട്ടിയിൽ ഇതുപോലെ ഒന്ന് വേവിച്ച് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കാണ് നമ്മൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിലും കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.